voice of God, God through evangelist Shaji Joseph. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. സ്പിരിച്വൽ ഫയർ കോൺഫറൻസ്. പ്രിയരെ, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് മാർത്തയുടെയും മറിയയുടെയും വീട്ടിലേക്ക് കടന്നു വന്നു. ഇന്ന് കർത്താവ് നിങ്ങളുടെ വീട്ടിലേക്കും കടന്നു വന്നു കഴിഞ്ഞു. എന്നാൽ കർത്താവ് മാർത്തയോട് പറയുന്ന കാര്യമുണ്ട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലിയും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക, എന്നാൽ അല്പം മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. പ്രിയ ദൈവജനമേ, നിങ്ങൾക്കും കർത്താവിൻ്റെ പാദപീഠങ്ങളിലിരുന്ന് ആ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജനുവരി 9, 10, 11 തീയതികളിൽ എറണാകുളം പ്രാർത്ഥനാലയത്തിൽ നടക്കുന്ന സ്പിരിച്വൽ കോൺഫറൻസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വരുവാൻ ആഗ്രഹിക്കുന്നവർ തീരുമാനമെടുക്കുക, തുടർന്ന് നന്നായി പ്രാർത്ഥിക്കുക. എങ്കിൽ ആ ദിവസം നിങ്ങൾക്കായി ഒരുങ്ങുവാനിടയാകും. അങ്ങനെ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് കർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയതിന് ശേഷം വലിയൊരു മാറ്റം സ്വർഗത്തിലെ ദൈവം തരുവാനിടയാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ജനുവരി 9, 10, 11 തീയതികളിൽ പ്രാർത്ഥനാലയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഈ മാധ്യമത്തിലൂടെ നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കടന്നു വരുക സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവരാജ്യത്തിൻ്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരുവചനം പഠിക്കുകയാണ്. ഒരു ബൈബിൾ ട്രെയിനിങ്, കിങ്ഡം ട്രെയിനിങ് ഇപ്പോൾ നമ്മൾ ചില ദിവസങ്ങളായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജനത്തിൻ്റെ സംശയങ്ങൾ, ചോദ്യങ്ങൾ, ദൈവഹിതം ജനം ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം, മനസ്സിലാക്കുവാൻ തക്കവണ്ണം, അതിന് തക്കവണ്ണം ഉതകുന്ന ബൈബിൾ ക്ലാസ്സാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ജനത്തിൻ്റെ ചോദ്യങ്ങളുമായി പ്രിയ സഹോദരൻ പ്രിയ ഷാജി ഇന്നും നമ്മളോട് കൂടെ സ്റ്റുഡിയോയിലുണ്ട്. തുടർന്ന് ജനത്തിൻ്റെ ചോദ്യങ്ങൾ പ്രിയ സഹോദരൻ ചോദിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ ദൈവവചനം കേൾക്കുവാനായിട്ട് ഈ മാധ്യമത്തിൻ്റെ മുൻപിലായിരിക്കാം. ഈ സമയം നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം എടുത്തുകൊണ്ട് ഞങ്ങൾ പറയുന്ന വാക്കുകൾ അത് അങ്ങനെ തന്നെയോ എന്ന് ബെരോവയിലുള്ളവരെ പോലെ ശോധന ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രിയ സഹോദരൻ, ഇന്ന് ജനത്തിൻ്റെ ഏത് ചോദ്യം ചോദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നാം കേട്ടു, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് കടന്നു വന്നത്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാതെ മടങ്ങിപ്പോയി. അതിന് എന്തെല്ലാം കാരണങ്ങളാണെന്ന് നാം കഴിഞ്ഞ ആഴ്ച വിശദമായിട്ട് കേട്ടു. അതിന് ഒന്നാമത്തെ കാരണമായിട്ട് പ്രകാരം പറഞ്ഞു, അവൻ സ്വന്തമായതിലേക്കോ കടന്നു വന്നു. സ്വന്തം ജനത്തിലേക്ക് കർത്താവ് യേശുക്രിസ്തു കടന്നു വന്നു. എന്നാൽ സ്വന്തം ജനം കർത്താവിനെ കൈക്കൊണ്ടില്ല. സ്വന്തമായതിലേക്ക് അവൻ കടന്നു വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഇവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ ഇടയായ ഒന്നാമത്തെ കാരണമാണ്. അങ്ങനെ നാം മനസ്സിലാക്കി. അതായത് യേശുവിന് പ്രജകളില്ല, ജനം ഇല്ല. അതെ. രണ്ടാമത് നാം മനസ്സിലാക്കിയ കാരണം, ഈ ലോകം ഭരിക്കുന്ന ദുഷ്ടനായ പിശാചാണ്. സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് മനസ്സിലാക്കി. ആ ദുഷ്ടനായ പിശാചിനെ പിടിച്ചു കെട്ടിയിട്ടില്ലാതെ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടില്ലാതെ അവന്റെ ഭവനത്തിൽ കടന്ന് അവന്റെ കോപ്പുകളൊന്നും കൈക്കലാക്കുവാൻ സാധ്യമല്ല. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ ഭവനത്തിൽ കടന്ന് ഒന്നും കവർന്നെടുക്കുവാനായിട്ട് കഴിയുകയില്ല. മൂന്നാമതായിട്ട് നാം മനസ്സിലാക്കിയ കാരണം, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് യേശുക്രിസ്തുവിന് റൈറ്റ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ആ റൈറ്റ്സ് കർത്താവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന് കൈമാറിയതിനു ശേഷം ഈ ഭൂമിയിൽ നിന്ന് പോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് കർത്താവ് യേശുവിന് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ തുടർന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ താൻ ഇവിടെ നിന്നാൽ ചെയ്യുന്നതിലും അധികം, അതിലും വലിയ പ്രവർത്തനം പരിശുദ്ധാത്മാവ് വന്നാൽ നടക്കുമെന്ന് യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ ഇവിടെ ഞാൻ ചെയ്തതിലും വലിയവ നിങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് യേശു പോയേ. യേശു ചെയ്തതിലും വലിയവ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൽ ഈ ജനത്തിന് കഴിയും. പരിശുദ്ധാത്മാവ്
ഈ ജനത്തിലൂടെ യേശുവിൻ്റെ പ്രവർത്തനം ഈ ഭൂമിയിൽ ഇന്നും തുടരുകയാണ്. യേശു ചെയ്തതിന് വലിയവ നാം മനസ്സിലാക്കി. യേശു ക്രിസ്തു ജെറുസലേമിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ യെറുസലേമിൽ മാത്രമേ യേശുവിന് പ്രസംഗിക്കാൻ കഴിയൂ. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അങ്ങനെയല്ല. ഇന്ന് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ സകല ദൈവമക്കളുടെ ഉള്ളിലും വസിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് യേശുവിനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുമിച്ച് പ്രസംഗിക്കാം. ഇതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവത്തിൻ്റെ ഗോഡ് ഹെഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിയത്. പിതാവിനുള്ളതെല്ലാം പുത്രനുള്ളത്, യേശുവിനുള്ളത്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ എല്ലാവരുടെ ഉള്ളത്തിൽ വസിച്ചിട്ട് യേശുവിനുള്ളതെടുത്ത് നമുക്കെല്ലാവർക്കും ഇങ്ങ് തരും. തുടർന്ന് നമ്മളെല്ലാവരും പ്രവർത്തിക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിവർത്തിക്കാൻ ഒരേ യേശുവേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് സ്ഥിതി അതല്ല. പിതാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് അകത്തുള്ള അനേക ദൈവമക്കൾ ഇന്ന് ഭൂമിയിലുണ്ട്. പക്ഷെ ഈ പ്രവർത്തനം എങ്ങനെയെന്ന് ഈ ദൈവമക്കളൊന്ന് അറിഞ്ഞാൽ മതി. ആ അറിവ് അവർക്ക് ലഭിച്ചാൽ അവർ പ്രവർത്തിക്കുവാൻ ഇടയാകും. ദൈവ ഇഷ്ടം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ ഇടയാകും. തുടർന്ന് പറഞ്ഞാട്ടെ, ഏതാണ് ചോദിക്കാൻ ആഗ്രഹം? ഈ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകൾ നാം മനസ്സിലാക്കി. അതെ. തുടർന്ന് ഈ ജനത്തിനുള്ള ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പുളിച്ച വീഞ്ഞ് കുടിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു, സകലതും നിവൃത്തിയായി. അതുകൊണ്ട് ജനം പറയുകയാണ്, ക്രൂശിൽ വെച്ച് കർത്താവ് യേശുക്രിസ്തു സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞല്ലോ, ഇനി നാം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു സംശയം ജനത്തിനുണ്ട്. നാം കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞു കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കാതെ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി എന്ന് നാം പറഞ്ഞു. എന്നാൽ ഈ വാക്യം അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു വാക്യമാണ് ഇവിടെ കാണുന്നത്. അതെ, യേശു ക്രിസ്തു സകലതും നിവൃത്തിയായെന്ന് കാൽവരി ക്രൂശിൽ പറഞ്ഞുവെന്ന് നമ്മൾ പല സ്റ്റേജുകളിലും പല ഭാഗങ്ങളിലും ടി വിയിലും ദൈവദാസന്മാരുടെ പ്രസംഗത്തിലും ഇപ്പോൾ പ്രിയ സഹോദരനിലൂടെ എല്ലാം നമ്മൾ കേൾക്കുവാനിടയായി. യേശു ക്രിസ്തു പറഞ്ഞു സകലതും നിവൃത്തിയായെന്ന്. പക്ഷെ അങ്ങനെ ബൈബിളിലുണ്ടോ? ചോദിച്ച സഹോദരനോട് തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ സകലതും നിവൃത്തിയായി? അതുകൊണ്ടാണ് ഇന്ന് പലരും ഇനി നമ്മളൊന്നും ചെയ്യാനില്ല, യേശു സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. വേദപുസ്തകം കയ്യിലുള്ളവരും നിങ്ങളും ഒന്ന് വായിച്ചു നോക്കിയാട്ട് ഭവനത്തിൽ യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവരെന്നേ വരും. റോമൻസ് 3:4 ദൈവം സത്യവാൻ. എൻ്റെ അർത്ഥം ദൈവവചനമാണ് സത്യം. അതിലെന്തു പറയുന്നു അതാണ് സത്യം. നമ്മൾ കേട്ടതല്ല സത്യം. ദൈവം എന്തു പറയുന്നു, ദൈവവചനം എന്തു പറയുന്നു അതാ സത്യം. തെസ്സലോനിക്കക്കാരെ പോലെ നാം ആകരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു ബെരോവയിലുള്ളവരെ പോലെ നാം ഉത്തമന്മാരായിരിക്കണം. കേട്ടത് അത് അങ്ങനെ തന്നെയോ എന്ന് നാം വചനത്തിലൂടെ പരിശോധിക്കണം. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ യേശു സകലതും നിവൃത്തിയായി എന്ന് പറയുന്നതില്ല. അതെ,
യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം പറയുന്നത് ഇതാണ്, നിവർത്തിയായി. ഇറ്റ്സ് ഫിനിഷ്ഡ്. എന്നാൽ ഇതിന് മുമ്പിൽ നമ്മൾ എവിടെന്നോ ഒരു സകലതും കൂടി അങ്ങ് കൂട്ടിച്ചേർത്തു. സകലതും. ഇതെവിടെ നിന്നാണ് കയറിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനും പഠിച്ചതും മനസ്സിലാക്കിയതല്ല ഇങ്ങനെയാണ്. സകലതും നിവൃത്തിയായി. അതിൻ്റെ അർത്ഥം സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും ബാക്കിയില്ല എന്നാ. അപ്പോൾ പ്രിയരെ, നാം ശ്രദ്ധിക്കണം. നാം കേൾക്കുന്ന വാക്കുകൾ തിരുവചനപ്രകാരം അത് അങ്ങനെ തന്നെയോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സകലതും നിവൃത്തിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോടുകൂടെ ജനത്തിൻ്റെ ഉള്ളിലൊരു കാര്യം വരും. യേശു നമുക്ക് വേണ്ടി അങ്ങ് എല്ലാം ചെയ്തു, ഇനി നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അങ്ങനെയല്ല. യേശു പൂർത്തിയായെന്ന് പറഞ്ഞിട്ട് ഇന്നും യേശു പണി ചെയ്തുകൊണ്ടിരിക്കുക. പൂർത്തിയായെന്ന് പറഞ്ഞിട്ട് യേശു ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഭൂമിയിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറയാം, ഭൂമിയിലെ പരിപാടി കഴിഞ്ഞെന്നാ പറയണേ. ഭൂമിയിലെ പ്രവൃത്തി കഴിഞ്ഞിട്ടില്ല. ഭൂമിയിൽ ഇനി ഞാൻ ചെയ്തതിലും വലിയത് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പ്രവൃത്തി കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര നാളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനി അതിലും വലിയത് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തനിക്ക് ഭൂമിയിൽ ജീവിക്കുവാനുള്ള റൈറ്റ്, ഇനി മരണത്തിന് തൻ്റെ മേൽ അധികാരമില്ല, താൻ മരണത്തെ ജയിച്ചു, ആ റൈറ്റ് പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് പറയാണ്, അവൻ എനിക്കുള്ളതെന്ന് എടുത്ത് നിങ്ങൾക്ക് തരും, എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അതിനർത്ഥം പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ പ്രവർത്തിക്കുക. അപ്പോൾ യേശു തുടർന്ന് ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച എല്ലാം പൂർത്തിയായി എന്നുള്ളതല്ല അവിടെ നടന്നിരിക്കുന്നത്. മാത്രമല്ല, പൂർത്തിയായി എന്ന് പറഞ്ഞ യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിട്ട് അവിടെയും പ്രവർത്തനം തുടങ്ങിയിരിക്കുക. റോമൻസ് 8:34 പറയുകയാണ്, അവൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിച്ചുകൊണ്ടിരിക്കുക. അഡ്വക്കേറ്റ് വേല ചെയ്യുന്നു. അഡ്വക്കേറ്റ് വേല. ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം. യേശുക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം നടത്തുകയും ചെയ്യുന്നു. യേശുക്രിസ്തു മരിച്ച യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അതെ, നമുക്ക് വേണ്ടി പക്ഷപാതം ഇന്നും ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. മണ്ഡലം ഒന്ന് മാറിയെന്നേ ഉള്ളൂ, ലോകത്തൊന്ന് മാറി പിതാവിൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ ഇന്നും നമുക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിച്ചുകൊണ്ടിരിക്കുക. ഭൂമിയിൽ ജോലി കണ്ടിന്യൂ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു. നമുക്കുള്ള ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ട് പോയി. പക്ഷെ നമ്മൾ ഈ വാക്ക് കേട്ട് യേശു സകലതും പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് നമ്മൾ പലതും ചെയ്യാതിരിക്കുക. പ്രിയരെ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവിടെ കാണുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്നത് മധ്യസ്ഥം വഹിക്കുന്ന യേശുക്രിസ്തു മാത്രമല്ല, 7 സഭകളുടെ ഇടയിലൂടെ ഇരിക്കുന്നവനായിട്ടല്ല, കിടക്കുന്നവനായിട്ടല്ല, 7 സഭകളുടെ ഇടയിലൂടെ 7 പൊൻനിലവിളക്കുകളായ 7 സഭകളുടെ ഇടയിലൂടെ ഒരു സൂപ്പർവൈസറെ പോലെ, ഒരു മാനേജറെ പോലെ നടക്കുകയാണ്. സകലതും പൂർത്തിയായെങ്കിൽ പിന്നെ എന്തിനാ നടക്കണേ?
അപ്പോൾ പ്രിയരെ, നാം മനസ്സിലാക്കുക, യേശു പൂർത്തിയായെന്ന് പറഞ്ഞത് ഒന്ന് സകലതും പൂർത്തിയായെന്നല്ല, അത് എവിടെന്നോ ആരൊക്കെയോ ഇൻസെർട്ട് ചെയ്ത വാക്കുകളാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തു ഈ 7 സഭകളുടെ ഇടയിലൂടെ നടന്ന്, 7 സഭ എന്ന് അവിടെ ചിത്രീകരിക്കുന്ന, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ചിത്രീകരിക്കുന്നത് ഈ ലോകത്തിലെ സകല സഭകളുമാണ്. ഈ സഭകളുടെ ഇടയിലൂടെ നടന്നിട്ട് യേശു എന്താ നോക്കണമെന്നറിയാമോ? യേശു അവിടെ എല്ലാം നോക്കുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എല്ലാ സഭകളോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പോൾ മനുഷ്യന് എന്തുണ്ട് പ്രവർത്തിക്കാൻ? സഭയ്ക്ക് പ്രവർത്തിക്കാൻ ഒരു പ്രവൃത്തിയുണ്ട്. എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുകയല്ല. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ വെച്ച് ചെയ്തത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനുള്ള പദ്ധതിയാണ് കാൽവരി ക്രൂശിൽ പൂർത്തിയാക്കിയത്. ആദത്തിന് പിതാവ് കൊടുത്ത ആ തേജസ്, അധികാരം, അല്ലെങ്കിൽ ദൈവരാജ്യം, അത് നഷ്ടപ്പെടാൻ കാരണം ആദത്തിൻ്റെ പാപമാണ്. ആ പാപത്തിലൂടെയാണ് റോമൻസ് 5:12 പറയുന്നത് പോലെ പിശാച് ഈ ലോകത്തിൽ കടന്നത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അതോടുകൂടെ ആദത്തിൻ്റെ അധികാരം പിശാചിൻ്റെ കയ്യിലായി. ദൈവവചനം പറയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമ. ഈ പാപത്തിലൂടെ പിശാച് ഈ പ്ലാനറ്റിൽ കയറുകയും ഭൂമിയിൽ കയറുകയും ഈ ഭൂമിയെ അടക്കി വാഴുകയും ചെയ്യുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു വചനപ്രകാരം പൂർത്തിയായെന്ന് പറഞ്ഞിട്ടും ഇന്നും ഈ ലോകം പിശാചിൻ്റെ കീഴിലാണ്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, യേശുക്രിസ്തു പൂർത്തിയായെന്ന് പറഞ്ഞത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിച്ചതല്ല എന്ന്. 1 യോഹന്നാൻ 5:19 പറയുകയാണ്, സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. യേശുക്രിസ്തു വന്നത് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ദുഷ്ടനെ ജയിച്ചിട്ടും ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ കഴിയാത്തത് എന്നൊരു ചോദ്യം ഒരു പക്ഷേ ജനത്തിന് ഉണ്ടാകാം. പ്രിയരെ, അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. അതിൻ്റെ കാരണം ആദമാണ് പിശാചിന് ഈ ഭൂമിയിലേക്ക് വഴി തുറന്നു കൊടുത്തത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ കടന്നു. ആദം പാപം ചെയ്തപ്പോൾ ഈ ലോകത്തിലെ എത്ര ശതമാനം ആളുകൾ പാപം ചെയ്തു? ചിന്തിച്ചു നോക്കിയാട്ടെ. നൂറ് ശതമാനം ആളുകളും പാപം ചെയ്തു. ആദം എന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ ഈ ലോകത്തിലെ സകല ജനവും ഉണ്ടായിരുന്നു. ദൈവം വീണ്ടും ഒരിക്കലും വേറൊരു മനുഷ്യനെ ഉണ്ടാക്കാൻ പോയില്ല.
ഒരാദത്തിൽ നിന്ന് തന്നെയാണ് ഹൗവയെയും വലിച്ചൂരിയെടുത്തത്. ഈ ആദത്തിൽ നിന്ന് തന്നെയാണ് ഹാബേലും അതോടൊപ്പം തന്നെ കയീനും കടന്നു വന്നത്. തുടർന്ന് വരുന്നത് മുഴുവൻ ഇവരുടെ തലമുറയാണ്. അതിൻ്റെ അർത്ഥം ഈ ആദത്തിൻ്റെ ഉള്ളിൽ ലോകത്തിലെ സകല ജനസമൂഹവും ഉണ്ടായിരുന്നു. ആദം പാപം ചെയ്തപ്പോൾ, ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ കേട്ടതുപോലെ, ആദം പാപം ചെയ്തപ്പോൾ ആദം പിശാചിന് വഴി തുറന്നു കൊടുത്തു. അപ്പോൾ ഈ ലോകത്തിലെ സകല ജനവും ഒരുമിച്ചാണ് പിശാചിന് വഴി തുറന്നു കൊടുത്തത്. അതോടൊപ്പം തന്നെ ലോകത്തിലെ സകല ജനവും ഒരുമിച്ച് പിശാചിൻ്റെ കീഴിലായിപ്പോയി. 100%. ഇതിൽ സംശയമുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു, കർത്താവ് യേശു ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ലേവി പോലും മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തു. ഈ ലേവി മൽക്കീസേദെക്കിനെ കണ്ടിട്ടില്ല, അബ്രഹാമാണ് കണ്ടിരിക്കുന്നത്. അബ്രഹാമിൻ്റെ മകനാണ് ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ മകനാണ് യാക്കോബ്, യാക്കോബിൻ്റെ മകനാണ് ലേവി. കർത്താവ് പറഞ്ഞതിൻ്റെ കാര്യം, അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുമ്പോൾ എബ്രഹാമിൻ്റെ ഉള്ളിലുണ്ട് ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ ഉള്ളിലുണ്ട് യാക്കോബ്, യാക്കോബിൻ്റെ ഉള്ളിലുണ്ട് ലേവി. അപ്പോൾ അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തപ്പോൾ ഈ ലേവിയും കൊടുക്കുകയാണ്. ഇതേപോലെ ആദം പാപം ചെയ്തപ്പോൾ, പിശാചിന് വഴി തുറന്നു കൊടുത്തപ്പോൾ, ഞാനും നിങ്ങളും ലോകത്തിലെ സകല ജനം ഒരുമിച്ച പിശാചിനെ ഈ പ്ലാനറ്റിലേക്ക് കൊണ്ടുവന്നേ. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമുക്ക് തന്ന ഈ അധികാരം, ആദത്തിന് കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ഈ ലോകം, ഇതാണ് 115 സങ്കീർത്തനം 16 വാക്യം പറയുന്നത്. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ പ്രിയരെ, ഭൂമിയെ മനുഷ്യർക്ക് തന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അതിനെ അനുസരണക്കേട് മൂലം പിശാചിന് കൈമാറി, പിശാചിന് വിറ്റു എന്ന് പറയാം. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാ ഞാൻ. അനുസരണക്കേട് മൂലം, അനുസരണക്കേടെന്ന കറൻസി കൊടുത്തിട്ട് പിശാചിനെ ഈ പ്ലാനറ്റിലേക്ക് കൊണ്ടുവന്നു. അതായത് നമ്മൾ ആരും ചെയ്യാത്തൊരു കടും കൈയാണ്. നമ്മൾ ആരെങ്കിലും നമ്മൾ പണിയെടുത്ത അല്ലെങ്കിൽ നമുക്കുള്ള സമ്പത്ത് കൊണ്ട് കൊടുത്തിട്ട് ഒരു മൂർഖമാമിനെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വരുമോ? നമ്മൾ ചെയ്തത്, ആദം വഴി നമ്മൾ ചെയ്ത ഇതാ, അനുസരണക്കേടെന്നുള്ള കറൻസി കൊടുത്തിട്ട് പിശാചിനെ ഈ ലോകത്ത് കൊണ്ടങ്ങ് സ്ഥാപിച്ചു. പാമ്പിനെ, സർപ്പത്തെ ഇവിടെ കൊണ്ടങ്ങ് സ്ഥാപിച്ചു. ഇന്ന് സകല ലോകവും ഭരിക്കുന്നത് പിശാചാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത പണിയെന്ന് പറയുന്നത്, ഈ ലോകത്തിലെ സകല ജനവും യേശുവിലേക്കായി അവരെ ഇത് മനസ്സിലാക്കി, അനുസരണക്കേടെന്നുള്ള കറൻസി അല്ല കൊടുക്കേണ്ടത്, അനുസരണം എന്ന കറൻസി കൊടുത്ത് നമ്മൾ പിശാചിനെ ഈ പ്ലാനറ്റിൽ നിന്ന് പുറത്താക്കി യേശുവിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് ദൈവരാജ്യം യേശുവിനാൽ ഇവിടെ സ്ഥാപിക്കപ്പെടണം. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ആഗ്രഹമുണ്ടായിരിക്കാം. ദൈവം അനുവദിക്കുന്നെങ്കിൽ തുടർന്നുള്ള എപ്പിസോഡിൽ ഈ കിങ്ഡം ട്രെയിനിങ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഈ വക കാര്യങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. കേട്ട വചനപ്രകാരം ചില തീരുമാനങ്ങൾ എടുത്താട്ടെ. ഈ പ്ലാനറ്റിലേക്ക് നമ്മുടെ അനുസരണക്കേട് മൂലമാണ് പിശാചി കടന്നു വന്നത്. അതുകൊണ്ട്
ഈ പ്ലാനറ്റിൽ നിന്ന് പിശാചിനെ ഓടിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. അതിനുള്ള മാർഗം യേശു കാണിച്ചു തന്നിട്ട് പോയി. യേശു പിതാവിനെ അനുസരിച്ചു. അനുസരണം എന്ന കറൻസി യേശു കൊടുത്തു. അതുകൊണ്ട് യേശു ചിലതൊക്കെ വിലയ്ക്ക് വാങ്ങി. തൻ്റെ സ്വന്തം രക്തത്താൽ സഭയെ വിലയ്ക്ക് വാങ്ങി. അവൻ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. സകല നാമത്തിനും മേലായ നാമം യേശുവിന് കൊടുത്തു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരുപക്ഷെ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ല. പഴയ അനുസരണക്കേടിൻ്റെ ആത്മാവ് ഇപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ പൈതലെ, ജീവിതത്തിലൊരു തീരുമാനമെടുക്കുക. ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുക മാത്രമല്ല, തുടർന്ന് ഈ ക്രിസ്തുവിനെ അനുസരിക്കുവാൻ കൂടെ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. അനുസരണക്കേട് പിശാചിനെ, പ്രിയ പൈതലെ, നിൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നു, നിൻ്റെ ജീവിതത്തിലേക്ക്, വ്യക്തിബന്ധങ്ങളിലേക്ക്, ഫൈനാൻസിലേക്ക് കൊണ്ടുവരുന്നു. അനുസരണം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായി കൊണ്ടുവരുന്നു.